ഇനിയിപ്പോൾ ഇവിടെ പാരായണം നമ്മൾ ഒന്ന് നിർത്തിവെച്ച് സായാഹ്ന പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ സായാഹ്ന പ്രഭാഷണത്തിൻ്റെ വിഷയം ദശമസ്കന്ധത്തിലെ 31-ാമത്തെ അധ്യായം, അമ്മമാർക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ള അധ്യായം, ഗോപികാഗീതം. ഗോപികാഗീതം നമ്മൾ വളരെ ആഘോഷപൂർവമാണ് നമ്മളൊക്കെ അത് വായിക്കുന്നത്, അല്ലേ? എന്നാൽ നിങ്ങളൊന്ന് അതിൻ്റെ കഥയിലേക്കൊന്ന് ഇറങ്ങി ചെന്നാൽ അറിയാൻ സാധിക്കും. ആ യമുനയുടെ മെടിത്തട്ടിൽ കിടന്ന് നീറിപ്പുകയുന്ന മനസ്സോടുകൂടി കരയുന്ന രംഗമാണ് ഗോപികാഗീതം. ആ ഗോപികാഗീതത്തെ അധികരിച്ചുകൊണ്ടുള്ള പ്രഭാഷണമാണ് നമുക്ക്. ഇതിനു മുമ്പും പലതവണയും സരോജ രാജ അമ്മ പ്രഭാഷണങ്ങൾ നമ്മുടെ ഈ ഭാഗവത കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. അമ്മയുടെ വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവിധ ആചാര മര്യാദകളോടും കൂടി ഭാഗവത കുടുംബത്തിന് വേണ്ടിയിട്ട് അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയെ അലങ്കരിക്കുവാൻ വേണ്ടിയിട്ട് അമ്മയെ സാദരം ക്ഷണിച്ചു കൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഈ അവസരം തന്ന തിരുമേനിക്കും ബാക്കി എല്ലാ ഭാഗവത കുടുംബ അംഗങ്ങൾക്കും ഭാഗവത പ്രിയന്മാർക്കും വളരെയധികം നമസ്കാരം, അനേകോടി നമസ്കാരം. ഇന്ന് എനിക്കിവിടെ പറയാം, തിരുമേനി പറഞ്ഞതുപോലെ ഗോപികാഗീതമാണ് വിഷയം. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്രജംബോവത്സാരഭക്ഷിതം ഉമാശുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഹരേ നമ. ഇവിടെ ഈ ദശമസ്കന്ധത്തിലെ 29 അധ്യായം മുതൽ 31 വരെയാണ്. അതിൽ ഈ ആ അധ്യായത്തിന് രാസപഞ്ചാധ്യായി എന്നാണ് പറയുന്നത്. ഇത് ശ്രീമദ് ഭാഗവതത്തിന് പ്രത്യേകിച്ച് ദശമസ്കന്ധത്തിന്റെ പഞ്ചപ്രാണങ്ങൾ പോലെയാണിവ. ഭാഗവതത്തിലെ ഏറ്റവും മഹത്വപൂർണമായ ഒരു, തിരുമേനി പറഞ്ഞ പോലെ, സന്ദർഭമാണിത്. ഇവിടെ എന്താണെന്ന് വെച്ചാല്, രസസ്വരൂപനായ ഭഗവാനെ ഗോപികൾ കൊതിച്ചു, ആഗ്രഹിച്ചു, അന്വേഷിച്ചു, അദ്ദേഹത്തോടൊപ്പം ചുവട് വയ്ക്കാൻ ആഗ്രഹിച്ചു, ചുവട് വെച്ചു. ഈ ലീലകളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങളാണ് തരുന്നത്. അതായത് സദ്ഗുണങ്ങളുടെയും ബുദ്ധ്യാദി ഗുണങ്ങളുടെയും പേരിലുള്ള ഒരു അഹങ്കാരത്തെ ദൂരീകരിക്കണം. ഇതാണ് ഭഗവാൻ നമുക്ക് ഇതിൽ പറഞ്ഞു തരുന്ന പാഠം. ചുരുക്കത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആനന്ദം, പരമാനന്ദം. ആ പരമാനന്ദ രസാനുഭാവം ഇതാണ്. ഭഗവാൻ ആ യമുനാതീരത്തെ ശരത്കാലത്ത് അവിടെ വീശുന്ന ആ മന്ദമാരുതന്റെയും പലതരത്തിലുള്ള സുഗന്ധ പുഷ്പങ്ങളുടെയും വാസനകൾ ആ യമുനാതീരത്ത് കൂടി പോവുകയാണ്. അപ്പോ ഭഗവാന് തോന്നി ഓടക്കുഴൽ മനോഹരമായി ഒന്ന് ഊതാമെന്ന്. ഓടക്കുഴൽ വിളിക്കുവാൻ തുടങ്ങി. ഈ സന്ദർഭത്തിൽ വളരെ വിചിത്രമായ ഒന്നുണ്ട്. അതായത് സാധാരണ ഭഗവാൻ ഓടക്കുഴൽ വിളിക്കുമ്പോൾ ആ വ്രജത്തിലുള്ള എല്ലാവരും കേട്ടിരുന്നു. മരങ്ങളും മൃഗങ്ങളും പശുക്കളും എല്ലാം കേട്ടിരുന്നു. എന്നാൽ ഇവിടെ ഈ ഗോപികമാർ മാത്രമേ കേൾക്കാൻ സാധിച്ചുള്ളൂ. അതിന് എന്താ കാരണം വെച്ചാൽ, ഭഗവാൻ പണ്ട് ഈ കാമദേവനുമായിട്ട് ഒരു വെച്ചിരുന്നു. കാമദേവൻ വന്ന് ഭഗവാനോട് ചോദിച്ചു, ഭഗവാൻ, അങ്ങ് എല്ലാരെയും ജയിച്ചിട്ടുണ്ട്. കാളിയൻ, ഇന്ദ്രനെ ജയിച്ചു, വരുണനെ ജയിച്ചു, അങ്ങനെ എല്ലാവരെയും ജയിച്ചിട്ടുണ്ട്. പക്ഷേ കാമത്തെ ജയിച്ചില്ലല്ലോ, എന്നെ ജയിച്ചില്ലല്ലോ കാമദേവനെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ ജയിച്ചിട്ടുണ്ടല്ലോ രാമാവതാരത്തില്. അത് ഏകപത്നി വ്രതല്ലേ, അത് പറ്റില്ല. നിറഞ്ഞ മൈതാനത്ത് ഓപ്പൺ സ്പേസില്
ആ നദീതീരത്ത് വെച്ച് എന്നെ ജയിച്ച് കാണിക്കണം. ഓ അങ്ങനെയാണോ, എന്നാ ശരി എന്ന് പറഞ്ഞ് ഭഗവാൻ അതിന് സമ്മതിക്കുകയാണ്. അത് കാരണമാണ് ഇവിടെ ഗോപികമാർക്ക് മാത്രം ആ വേണുഗാനം കേൾക്കാൻ സാധിച്ചത്. ഇവരെന്ത് ചെയ്തു? ഇവരവരുടെ വീട്ടിലെ പണി ഇങ്ങനെ എടുക്കുമ്പോ ഈ വേണുനാഥം കേട്ട നേരത്ത് അവര് ഏതൊക്കെ പണികളിലൊക്കെ വേലകളിൽ ഏർപ്പെട്ടിരുന്നോ അതിനൊക്കെ അവിടെ ഉപേക്ഷിച്ച് ഭഗവാനെ എവിടെയാണോ ഈ നാദം കേൾക്കുന്നത് അവിടെ ഓടിത്തുടങ്ങി. അവിടെ ചിലവരൊക്കെ എന്താ ചെയ്യുന്ന, പശുക്കളെ കറന്നിരുന്നു, അതൊക്കെ വിട്ടു, ഉപേക്ഷിച്ചു, ഓടിപ്പോയി. പിന്നെ കുട്ടികളെ ഒക്കെ ഉറക്കുകയായിരുന്നു. ചിലർ ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കുകയായിരുന്നു, അതും വിട്ടു. ഭക്ഷണം വിളമ്പുകയായിരുന്നു. അങ്ങനെ ചാണകം കൂടി മെഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അതങ്ങടെ കൈകൂടി കഴുകിയിട്ടില്ല, അങ്ങനെ ഓടിത്തുടങ്ങി. ചുരുക്കത്തിൽ സർവരും നിന്ന നിൽപ്പിൽ തന്നെ ഓടിത്തുടങ്ങി. അപ്പോ എന്താ കാരണം വെച്ചാൽ തങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ അറിയാണ്ടായി. പരിസര ബോധം തന്നെ നഷ്ടമായി എന്ന് പറയാം. കൃഷ്ണഗൃഹീത മാനസ ഇതായിരുന്നു വാസ്തവം. അവരെ ആരോ വലിച്ചു കൊണ്ടുപോകുന്ന പോലെയാണ് അവർക്ക് തോന്നിയത്. അതായത് അത്രയും അവരുടെ മനസ്സിലെ ആ കൃഷ്ണഭാവം നിറഞ്ഞിരിക്കുകയാണ്. അത് അങ്ങനെ പോകുമ്പോ ഈ ഗോപിമാർ അപ്പൊ ചില ഗോപിമാരൊക്കെ പോകുമ്പോ അവരുടെ ഭർത്താക്കന്മാരെ 1-2 പേരെയൊക്കെ തടഞ്ഞു. ആ സമയത്ത് അവരെന്ത് ചെയ്തു? ഈ ഗോപികളെ ധ്യാനിച്ച് അവരുടെ ശരീരം വെടിയുകയുണ്ടായി. പിന്നെ ആ ദിവ്യദേഹം ധരിച്ച് അവർ ഭഗവത് സന്നിധിയെ പ്രാപിച്ചു. ഗോപി എന്നതിന്റെ അർത്ഥം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ദ്രിയങ്ങൾ വഴി ഭഗവത് രസം അനുഭവിക്കുന്നവർ എന്നാണ്. എന്തിനു പറയുന്നു? സകല ഗോപികളും ഓടി ഓടി ഭഗവാന്റെ അടുത്തെത്തി. ഈ ഗോപികമാരില് പല വിധത്തിലുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നു. ചിലവർ സിദ്ധി നേടിയവരാണ്, ചിലരെ സാധന ചെയ്യുന്നവര്, ചിലർക്കത്ര അറിവില്ലാത്തവരും ഉണ്ടായിരുന്നു, പിന്നെ ജ്ഞാനം സമ്പാദിച്ചവരും ഉണ്ടായിരുന്നു. എന്നാൽ ഇവരിൽ എല്ലാവരിലും സ്നേഹം അത്യപൂർവമായിരുന്നു. അതാണ് അവരിലുള്ള ആ വിശേഷം. ഇതൊക്കെ കേട്ടപ്പോ നമ്മുടെ പരീക്ഷത്ത് രാജാവിനൊരു സംശയം. ശുഖമഹർഷിയോട് ചോദിക്കുകയാണ്, അല്ലയോ മഹർഷി, ഇതെന്താ അങ്ങനെ? അവരെ ഗോപികള് ഭഗവാനെ പരമാത്മാവായിട്ട് കാണുന്നില്ലല്ലോ, കാന്തനായിട്ടാണല്ലോ കണ്ടത്, ദർശിച്ച്. എന്നിട്ടും അവർക്ക് ഈ സംസാരമുക്തി ലഭിച്ചത് എങ്ങനെയാണെന്നാ ചോദിക്കണം. അപ്പൊ മഹർഷി പറയണോ, ഞാൻ ഇതിനു മുമ്പ് ഇതിന് സമാധാനം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും അപ്പൊ അതിന് ഉദാഹരണങ്ങൾ പറയാണ്. കൃഷ്ണദേശിയായ ആ ശിശുപാലനുണ്ടല്ലോ, അദ്ദേഹത്തിന് കൂടി ഭഗവാൻ മോക്ഷം കൊടുത്തില്ലേ? പിന്നെയാണോ ഈ ഗോപസ്ത്രീകളുടെ കാര്യം? അവർ ഏത് നേരത്തും എന്താ പറയണത്? ശ്രീകൃഷ്ണ ഗോവിന്ദ ദാമോദര മാധവേദി എന്നാണ്. കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ നാമങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ളവരുടെ കാര്യം എന്തിനാ പറയണ? അപ്പൊ മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നത്, ഭഗവാനിലേക്ക് മനസ്സ് തിരിയണം. അത് ഏത് ഭാവത്തിൽ കൂടി ആയാലും വിരോധമില്ല. ചിലവർക്ക് ഭക്തിമാർഗമാവും, ചിലവർക്ക് കാമഭാവത്തിലാകും, ക്രോധത്തിലാവും. കംസൻ ശത്രുതയിലാണ്, പിന്നെയോ വാത്സല്യ ഭാവത്തിൽ. ഏത് ഭാവത്തിലായാലും നാരദൻ പറയുന്നുണ്ട്, ഭഗവാനിലേക്ക് മനസ്സ് എത്തണം. അതിന് ഏത് ഭാവമായാലും ഭഗവാന് വിരോധമില്ല. ഭഗവാൻ എല്ലാവർക്കും മുക്തി കൊടുക്കും, പക്ഷേ ഭക്തി അത്ര വേഗം കൊടുക്കില്ല. ഈ ഗോപികമാര് ആ ഭക്തിയുടെ ഉച്ചത്തിലെത്തിയവരാണ്. അതുകൊണ്ട് ഇതിന് യാതൊരു സംശയമില്ല പരീക്ഷിത്തെ എന്ന് പറഞ്ഞ് അവിടെ നിർത്തുന്നു.
പിന്നെ ഇവിടെ ഗോപിമാരെല്ലാവരും കൂടി ഭഗവാന്റെ അടുത്ത് ഓടിയെത്തി. അവര് വിചാരിച്ചു ഭഗവാൻ നല്ല ഇതിലൊക്കെ സ്വീകരിക്കുന്ന. പക്ഷെ അവിടെ എന്താ ഉണ്ടായത്? അങ്ങനെയൊന്നും സ്വീകരിച്ചില്ല. ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ ഒരു നീണ്ട ധർമ്മോപദേശമാണ് അവിടെ പറയുന്നത്. ആദ്യം പറഞ്ഞു, സ്വാഗതം മഹാഭാഗ, നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ്, എന്തുകൊണ്ടാണ് ഇവിടെ ഈ സമയത്ത് വന്നത്? നിങ്ങൾക്ക് പ്രിയമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഈ നിശാവളെ രാത്രിയിൽ ഈ ഘോര വനത്തിൽ വന്നിരിക്കുകയാണ് നിങ്ങൾ. അതിനുള്ള കാരണം എന്താണ്? നിങ്ങൾ അവിടെ നിന്ന് വന്നിരിക്കുന്നത് ഭർത്താക്കന്മാരെയും പുത്രന്മാരെയും വീട്ടിലുള്ള അംഗങ്ങളെയൊക്കെ ഉപേക്ഷിച്ചല്ലേ? ഇത് സ്ത്രീകൾക്ക്, അതായത് പ്രത്യേകിച്ച് ഈ രാത്രി സമയത്ത് ഈ വനത്തിൽ വരുന്നത് നിങ്ങൾക്ക് കുലസ്ത്രീകൾക്ക് ചേർന്നതാണോ എന്ന്, ഉത്തമ സ്ത്രീകൾക്ക് ഗൃഹിണികളേക്കും ചേർന്നതാണോ, ഭൂഷണമാണോ? ഇതിൽ വല്ല ധർമ്മവും ഉണ്ടോ? അതോ പതിവ്രതാധർമ്മം ഉണ്ടോ ഇതില് എന്നാണ് ഭഗവാൻ അവരോട് ചോദിച്ചത്. ഭർത്തൃശുശ്രൂഷണം സ്ത്രീണാം പരോധർമ്മഹ്യമായ, ഭഗവാൻ പറയാണ് ഭർത്തൃശുശ്രൂഷയാണ് പരമമായ സ്ത്രീയുടെ ധർമ്മം. ഭർത്താവ് ദുസ്വഭാവി ആയിക്കോട്ടെ, വൃദ്ധനായിക്കോട്ടെ, നിഷ്ക്രിയനായിക്കോട്ടെ, വേണ്ട രോഗിയോ ദരിദ്രനോ എന്തായാലും ശരി, സ്ത്രീകളുടെ ധർമ്മം അവരെ പരിരക്ഷിക്കുകയാണ് എന്നാണ്. ഇതാണ് പറഞ്ഞു. അതാണ് നിങ്ങളുടെ പരമമായ ധർമ്മം. ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നത് അതുകൊണ്ട് ശരിയല്ല. എന്നെ കണ്ടില്ലേ? കണ്ടു. ഇനി എന്റെ ശബ്ദം കേട്ടില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോവുക എന്ന് ഭഗവാൻ പറഞ്ഞു. പക്ഷേ ഗോപസ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള അപ്രിയമായ വാക്കുകൾ കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം വന്നു, ദുഃഖിച്ചു, കണ്ണുകളങ്ങടെ നിറഞ്ഞു ഒഴുകി തുടങ്ങി. മാത്രമല്ല ഗദ്ഗതങ്ങൾ ഉണ്ടായി. എന്നിട്ട് വളരെയധികം ബുദ്ധിമുട്ടി അവര് പറയുകയാണ്, മൈവം വിഭോർഹതി ഭഗവാൻ ഗതിതും നൃശംസ സഞ്ചിന്യ സർവവിഷയാം സവപാദമൂലം ഭക്തഭജസ്യ ദൂരബ്രഹകമാത്യജാസ്മാൻ ദേവോ യഥാതിപുരുഷോ ഭജതേ മുമുക്ഷൻ. അവര് പരിഭവം പറയുകയാണ് ഭഗവാനോട്. ഭഗവാനെ, ഇത്തരം കഠിനമായ വാക്കുകൾ അങ്ങ് ഞങ്ങളോട് പറയുന്നത് ശരിയാണോ? അങ്ങ് മഹാനിർദയനാണ്. ഇപ്പോ സകല കാര്യങ്ങളും ഉപേക്ഷിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആ വേണുനാഥം കേട്ടപ്പോൾ സകല ബന്ധുക്കൾ, ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ ഇവയെല്ലാം ത്യജിച്ച് നിന്തിരുവടിയുടെ പാദങ്ങളെ ശരണം പ്രാപിക്കാനാണ് ഞങ്ങൾ വന്നത്. ഭഗവാൻ അങ്ങ് മറുവശത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഉപദേശം തന്നെ തന്നിട്ടുണ്ട്. സർവധർമാം പരിത്യജ്യ മാമേഹം ശരണം വ്രജ. അപ്പൊ സർവധർമ്മങ്ങളും പരിത്യജിച്ച് എന്നെ ശരണം പ്രാപിച്ചോളൂ എന്നല്ലേ അങ്ങയുടെ ഉപദേശം. അങ്ങനെ വന്നവരായ ഞങ്ങളോട് ഭഗവാൻ മടങ്ങിപ്പോകൂ, വീട്ടിലേക്ക് പോകൂ എന്ന് പറയുന്നത് ന്യായമാണോ എന്നാണ് ഗോപികൾ ചോദിക്കുന്നത്. ദേവോ യഥാതിപുരുഷോ ഭജതേ മുമുക്ഷൻ. ഈ ആദിപുരുഷനായ ഭഗവാൻ പോലും മോക്ഷേച്ഛികളായ ആൾക്കാർക്ക്, അതായത് ഭക്തനെ ആരാധിക്കുകയും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഭഗവാനെ, അങ്ങ് ഞങ്ങളുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കി തരണമേ എന്ന് അവർ അപേക്ഷിച്ചു. എന്താ അവരുടെ ആഗ്രഹം? ഭഗവാനെ പ്രാപിക്കണം, വീട്ടിലേക്ക് മടങ്ങിപ്പോകാനാ പറയണ എന്ന്. ഭഗവാനെ അങ്ങ് എന്നുമുള്ള നാഥന്റെ സമീപത്തൊക്കെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങ് ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അന്തരാത്മാവിനെയാണ് സേവിക്കേണ്ടത്, മനുഷ്യ ശരീരത്തെയോ വ്യക്തിയെയോ അല്ല. പിന്നെ ഗോപികൾ വേറൊരു യുക്തി കൂടി പറയുകയാണ്. അങ്ങിപ്പോ ഞങ്ങളോട് പറയുന്നു മടങ്ങിപ്പോകാൻ, എന്നാലോ പാദോപദം ന ചലനസ്തവ പാദമൂലാ
യാവക്കഥം വ്രജമതോ കരവാമ കിംബ. ഞങ്ങളിപ്പോ എങ്ങനെയാ മടങ്ങിപ്പോവാ? ഞങ്ങൾക്ക് കാലിനൊന്നും ശക്തിയില്ല, ഞങ്ങളുടെ കാലിന് ഒരു ബലവും ഇല്ല. എന്താന്ന് വെച്ചാൽ ഈ വൃന്ദാവനത്തിൽ വന്നിട്ട് ഓടി ഓടി അവിടെയൊക്കെ ഉപേക്ഷിച്ച് ആഹാരം ഒന്നും കഴിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ യാതൊരു ശക്തിയുമില്ല, നടക്കാനും പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് വ്രജത്തിലേക്ക് മടങ്ങിപ്പോവുക? സിഞ്ചാതനത്വം ദദാരമൃതപ്രഗേണ ആസാവലോക കലഗീത ജഹൃച്ചയാഗ്നി നോചേദ്വയം വിരഹാഗ്ന്യപയുക്തദേഹോ ധ്യാനേന യാമപദയോ പദവീം സഹേത്. ഞങ്ങളുടെ ഹൃദയത്തിൽ ആ ജ്വലിച്ചിരിക്കുന്ന ആ പ്രേമാഗ്നിയെ അങ്ങ് ശമിപ്പിച്ചു തരണമേ. അങ്ങനെ അങ്ങ് ചെയ്തതില്ലെങ്കിൽ എന്താ ചെയ്യാ? ഞങ്ങളുടെ ദേഹത്തെ ഭസ്മീകരിക്കും. അപ്പൊ ഞങ്ങള് ഭസ്മീകരിച്ചാലും ആ പാപങ്ങളൊക്കെ ഭഗവാനായിരിക്കും പാപത്തിന്റെ ബലം. അത് നല്ലതായിരിക്കില്ലല്ലോ. ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ പറയുന്നുണ്ട്, ആ വളരെയധികം വിധത്തില് ഭഗവാനെ പ്രാർത്ഥിച്ച് ഒടുവിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, ഞാൻ ഇത്രയൊക്കെ ഭഗവാനെ വിളിച്ചിട്ട് എന്റെ വാതരോഗത്തെ മാറ്റി തന്നില്ലെങ്കിൽ അങ്ങക്ക് ദുഷ്കീർത്തി ഉണ്ടാകുമോ എന്നാണ് എനിക്ക് ഭയം. അതുപോലെ ഇവിടെയും ഗോപസ്ത്രീകൾക്ക് അതാണ് പേടി. ഭഗവാൻ അഥവാ ഞങ്ങളുടെ ദേഹത്യാഗം ചെയ്താൽ ഭഗവാനാണല്ലോ അതിന് കാരണക്കാരൻ എന്ന് സൂചിപ്പിക്കുന്നു. അതിനാൽ ദുഃഖിതരായ ദാസികളായ ഞങ്ങളെ സ്വീകരിക്കണം, ഞങ്ങൾക്കുള്ള ദാസപദവി നൽകിയാലും. പിന്നെ നിന്ദ്രൂടി സാധാരണക്കാരൊന്നുമല്ല, ബാലനല്ല, ആദിപുരുഷനായ പരമാത്മാവാണ്. അങ്ങ് ഭക്തജനങ്ങളുടെ ദുഃഖങ്ങളെ സകല ദേവന്മാരുടെയും പ്രീതിക്കായിട്ടാണ് അങ്ങ് അവതാരമെടുത്തിരിക്കുന്നത്. ഞങ്ങൾ ദുഃഖിതരാണ്. ഞങ്ങളെ അങ്ങയുടെ കരങ്ങൾ ലക്ഷ്മി ദേവിയെ സ്വീകരിച്ച അങ്ങയുടെ ആ കരങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണമേ, ദുഃഖങ്ങൾ അകറ്റണമേ എന്ന് അവര് അപേക്ഷിച്ചു. അപ്പോ ഭഗവാൻ ഇതൊക്കെ കേട്ടു. എന്നിട്ടോ ആ ഗോപികളുടെ വാക്ക് കേട്ട് ഭഗവാൻ വളരെയധികം പ്രസാദിച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് എന്നിലുള്ള പ്രേമം പരിശുദ്ധമാണ്. അതുകൊണ്ട് ഞാൻ ഈ യമുനാ തീരത്ത് വെച്ച് നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ അവിടെ ആ യമുനാ തീരത്ത് നിലാവുള്ള രാത്രിയില് എന്ത് ചെയ്തു? രാസക്കേളി ആരംഭിച്ചു. അങ്ങനെ പല നടന ചേഷ്ടകൾ കൊണ്ടും പല കേളികൾ കൊണ്ടും ഭഗവാൻ ആ ഗോപസ്ത്രീകളെ സന്തോഷിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്താ ഉണ്ടായതെന്ന് വെച്ചാ അവരുടെ മനസ്സില് ഒരു അഹങ്കാരം ഉദിച്ചു, തലപൊക്കി. എന്തായി? അവർക്കൊരു മനസ്സിലൊരു ഭാവം, ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളെക്കാട്ടിലും ഞങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഈ ഒരു ബുദ്ധി, ഒരു ഭാവന അവരുടെ അഹം തലപൊക്കി. അപ്പോ അവരുടെ ഉള്ളിൽ ഈ അഹം എന്ന ഭാഗം വന്നപ്പോ തൽക്കാലത്തിലേക്ക് ആ സമയത്ത് ഭഗവാൻ അവരുടെ മനസ്സിൽ നിന്ന് മാറി എന്നർത്ഥം. അവർക്ക് ആ വിചാരം, ഭഗവാന്റെ സ്മരണ വിട്ടുപോയി. അപ്പൊ എന്ത് ചെയ്തു? ഇത് കണ്ടപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? തത്ര അന്തർഗതേഹരിയെ, പെട്ടെന്ന് ഭഗവാൻ ഇവിടുന്ന് അപ്രത്യക്ഷനായി. ഗോപിമാര് നോക്കും. ഇത് നമ്മുടെ ജീവിതത്തിലും പറ്റുന്ന ഒരു അനുഭവമാണ്. ഭഗവത് സ്മൃതി എപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ട് പോകുന്നുവോ നമുക്കും നമ്മളുടെ ഉള്ളിൽ അഹങ്കാരം ഉടലെടുക്കും. ഗോപികമാർക്ക് ഉടക്കെ മനസ്സിലായി, ഞങ്ങൾ കൃഷ്ണനെ കുറച്ചു നേരത്തേക്ക് സ്മരിച്ചില്ല, അതുകൊണ്ടാണ് നമുക്ക് ഈ അബദ്ധം പറ്റിയത് എന്ന് അവർ പറയുന്നുണ്ട്. കൃഷ്ണന് അവര് കൃഷ്ണനെ ആ വനത്തിൽ കുറ്റിക്കാടുകളിൽ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചിങ്ങനെ നടക്കുകയാണ്. എവിടെ കണ്ടു എല്ലാ മരങ്ങളോടും മല്ലികയെ പിച്ചവല്ലികളെ ഞങ്ങളുടെ കൃഷ്ണനെ കണ്ടുവോ, എവിടെങ്കിലും പോണത് കണ്ടുവോ എന്ന് പറഞ്ഞ് അവര് ഓരോരോ സ്ഥലത്തിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ്
പെട്ടെന്ന് ഒരു ഗോസ്ത്രീ പറഞ്ഞു, അതാ കുറെ കാൽപ്പാടുകൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഓ, നോക്കാൻ നോക്കിയപ്പോ ഇത് കൃഷ്ണന്റെ തന്നെയാണ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അവര് കുറെ കൂടി നടന്നപ്പോ ആ കൃഷ്ണന്റെ ആ പാദത്തിന്റെ അടുത്ത് തന്നെ വേറൊരു പാദം കണ്ടു. അപ്പൊ അത് കണ്ടപ്പോ പറഞ്ഞു, ഇതാരുടെ ആവാം? നോക്കിയവ ഗോപസ്ത്രീയുടെ ആവാം എന്ന് വിചാരിച്ചു. അവര് അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയപ്പോ ഇത് നമ്മളുടെ ഇടയിൽ ആരാ മിസ്സായിക്കണെന്ന് അവര് നോക്കി. അവർക്ക് ഒരു ഭാവം കിട്ടിയത് രാധയാവാന്ന് വിചാരിച്ചു. അങ്ങനെ കുറെ നടക്കുമ്പോഴാണ് ഒരു ഗോപസ്ത്രീ അവിടെ വീണ് കിടക്കണമെന്ന്. അപ്പൊ അടുത്തെത്തി, എന്താ എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിച്ചു. അപ്പൊ ഉണ്ടായ വിവരം എന്താന്ന് വെച്ചാൽ ഭഗവാന്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ നടക്കാൻ പറ്റാണ്ടായി, അല്ലെങ്കിൽ ഓടാൻ പറ്റാണ്ടായി, ഇതൊക്കെ വിവരം പറയുകയാണ്. അതുകൊണ്ട് ഞാൻ ഭഗവാനോട് പറഞ്ഞു എന്നെ എടുത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഭഗവാൻ എടുത്തു കഴിഞ്ഞിട്ട് എന്നെ താഴത്തേക്ക് ഇട്ടു. അതുകൊണ്ട് ഞാൻ വളരെയധികം ദുഃഖിതയാണ്. ഈ സമയത്ത് എനിക്കും ഒരു അഹംഭാവം, അതായത് ഒരു തോന്നലുണ്ടായി, നിങ്ങളെക്കാട്ടിലും ഞാനാണ് ശ്രേഷ്ഠ എന്ന് വിചാരിച്ചു. അപ്പോ അങ്ങനെ എന്ത് ചെയ്തു, അവരെല്ലാരും കൂടി ആലോചിച്ചു, ഇവിടെ തന്നെ എവിടെയെങ്കിലും കൃഷ്ണൻ ഉണ്ടാവും നോക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി കൃഷ്ണനെ അന്വേഷിച്ച് നടന്ന് അവരെ എന്ത് ചെയ്തു, ആ യമുനാതടത്തിന്റെ തീരത്ത് എത്തിയിട്ട് ആ ഭഗവാന്റെ ആഗമനവും പ്രതീക്ഷിച്ച് ലീലാവിലാസങ്ങൾ പാടി പുകഴ്ത്തുവാൻ തുടങ്ങി. അതാണ് ലീലാവിലാസങ്ങൾ എന്ന് പറഞ്ഞ അവളുടെ ആ കൃഷ്ണനെ കാണാൻ കൊണ്ടുള്ള ആ മനോവിഹാരങ്ങൾ മുഴുവനും പാടി കേൾപ്പിച്ചു. അതാണ് അതിപ്രധാനമായ ഈ ഗോപികാ ഗീതം. ഗോപികൾക്ക് തോന്നി, എപ്പോ കൃഷ്ണൻ സ്മരണയിൽ നിന്ന് വിട്ടുപോയോ പിന്നെ ഒരിക്കലും കൃഷ്ണൻ നമുക്ക് കിട്ടില്ല എന്ന് മനസ്സിലാക്കി. ആ സ്മരണയെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗോപികാ ഗീതം ആലപിച്ചത്. ഇത് അതിസുന്ദരമാണ്, വളരെ പ്രിയപ്പെട്ടതാണ്, മാധുര്യമേറിയതാണ്. ഇതിൽ ആകെ 19 ശ്ലോകങ്ങളുണ്ട്. ഇത് രാസപഞ്ചാധ്യായയുടെ പ്രാണനാണ്. വളരെ മനോഹരമാണ്. ഏതാനും ചില ശ്ലോകങ്ങൾ മാത്രം ഇവിടെ നോക്കാം. ആദ്യം തന്നെ ഭഗവാൻ ഗോകുമാരുടെ മനോവിഹാരങ്ങൾ ഓരോന്നായി പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. ജയതിദേദികം ജന്മന വ്രജ ശ്രേത ഇന്ദിരാ ശശ്വതത്രഹി ദൈതദൃശ്യതാം ദിക്ഷുടാവക തൊയ്ദൃദാസവസ്വാം വിജിന്വതേ. അതായത് ഇവിടെ പറയാണ് ഭഗവാൻ, കൃഷ്ണ, അങ്ങയുടെ ഈ വൃന്ദാവനം ധന്യം ധന്യം. മാത്രമല്ല ഇവിടെ എല്ലാവിധത്തില ഐശ്വര്യങ്ങളും ഉണ്ട്. ലക്ഷ്മി ദേവി പോലും ആ വൈകുണ്ഠത്തെ ഉപേക്ഷിച്ചാണ് ഇവിടെ വന്ന് വസിക്കുന്നത്. അതുകൊണ്ട് ഈ വൃന്ദാവനം വളരെയധികം ധന്യമായി ഐശ്വര്യപൂർണമായി. അങ്ങനെയുള്ള ആ വൃന്ദാവനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഈ കൃഷ്ണപ്രേമത്തിൽ ആറാടി മുങ്ങിപ്പൊങ്ങുന്നത് എന്ന് ഗോപസ്ത്രീകൾ പറയുകയാണ്. ശ്രേത ഇന്ദിരാ ശശ്വതത്രഹി. സാക്ഷാൽ ലക്ഷ്മി ദേവി വൈകുണ്ഠം വിട്ട് ഇവിടെ വന്നു. അതുകൊണ്ട് ഈ വ്രജം ഐശ്വര്യമായി തീർന്നു. പിന്നെ ദിക്ഷുതാവകാസ്ത്വൈദ്രദാസ ത്രൈദാസവസ്ഥാം വിജിന്വതേ. ഞങ്ങളാണെങ്കിലോ അങ്ങയുടെ പ്രാണൻ അങ്ങയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങയുടെ ആ ക്രീഡാദാസികളായി തീർന്നിരിക്കുകയാണ്. പകരം ഞങ്ങൾക്ക് ഒന്നും വേണ്ട എന്നാണ് അവര് പറയുന്നത്. വിഷജിലാപ്യയാത് വർഷമാരുതാത് വൈദ്യുതാനലാൻ. അങ്ങ് ഞങ്ങളെ ആ
വിഷമയമായ ജലത്തിൽ കാളിയന്റെ വിഷമയമായ ജലം ഞങ്ങൾ കുടിച്ചപ്പോൾ അത് ആ മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. കാളിയനെ നിന്ന് രക്ഷിച്ചു. മാത്രമല്ല അഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു. പിന്നെയോ പല രാക്ഷസന്മാരും നിന്നും പേമാരിയിൽ നിന്നും ഭഗവാനെ അങ്ങ് രക്ഷിച്ചല്ലേ. അങ്ങനെ അങ്ങ് ചെയ്യുന്ന എന്താണ്? ഒരു വശത്ത് ഞങ്ങളെ രക്ഷിക്കുന്നു, മറുവശത്ത് ഞങ്ങളെ കൊല്ലാൻ ഒരുങ്ങുകയാണോ? രക്ഷകൻ തന്നെ ഭക്ഷകനാകുകയാണോ? ഇത് ശരിയാണോ എന്നാണ് ഗോപികമാർ വിലപിച്ച് സങ്കടപ്പെട്ട് ഭഗവാനോട് ചോദിക്കുന്നത്. പിന്നെ നഖലു ഗോപികാനന്ദനോ ഭവാൻ. ഭവാൻ അതായത് അങ്ങ് നന്ദനന്ദനോ അതോ യശോദാപുത്രനൊന്നുമല്ല, അത് ഞങ്ങൾക്കറിയാം. ബാലഗോപാലനോ ഒന്നുമല്ല. പറഞ്ഞാല് അങ്ങ് ആരാണ്? അഖില ദേവദാ അഖില ദേഹിനാം അന്തരാത്മദ്രേ. അങ്ങ് സർവരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്ന അന്തരാത്മാവാണ് അങ്ങ്. അതാണ് അങ്ങ് ഇവിടെ അവതരിച്ചിരിക്കുകയാണ്. വിഘ്നസാർത്തിതോ വിശ്വഗുപ്തയെ. അങ്ങ് ബ്രഹ്മാവിന്റെ പ്രാർത്ഥന അനുസരിച്ച് അതിന്റെ ഫലമായിട്ട് ലോക സംരക്ഷണാർത്ഥം ജനങ്ങളെയൊക്കെ രക്ഷിക്കാൻ, എന്തിന്? അസുരന്മാരിൽ നിന്ന് രക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ സാത്വതാങ്കുലി, അതായത് യദുവംശത്തിൽ ഭൂജനായത്. ഇത് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് ഞങ്ങളെ രക്ഷിക്കണേ, ഉപേക്ഷിക്കരുത് എന്ന് അവര് കേണപേക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് തവ കഥാമൃതം തപ്ത ജീവനം. അങ്ങയുടെ കഥകളുണ്ടല്ലോ, അത് അമൃതരസമാണ്. അത് എത്രത്തോളം പാനം ചെയ്യുന്നുവോ അത്രയും ആ ജീവിതം ധന്യമാകുന്നു. മാത്രമല്ല അങ്ങയുടെ ആ കഥയാവട്ടെ ശ്രവണമംഗളം ശ്രീമദാദം. കേൾക്കുന്ന മാത്രയിൽ തന്നെ എന്തുണ്ടാവും? സകല മംഗളങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് പിന്നെയോ അങ്ങനെ ആ മംഗളമായ ആ ഗോപികാഗീതം എന്നും പാടേണ്ടതാണ്, പാരായണം ചെയ്യേണ്ടതാണ്. അങ്ങയുടെ സത്കീർത്തിയെ പാടുന്നവരൊക്കെ വാസ്തവത്തിൽ ധന്യരിൽ ധന്യനാണ് ഭഗവാൻ. അങ്ങ് ഈ വനത്തിൽ ഇങ്ങനെ ആ സോഫ്റ്റായ പാദങ്ങൾ കൊണ്ട്, മൃദുലമായ പാദങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ ആ കല്ലും മുള്ളും ഒക്കെ അങ്ങയുടെ പാദത്തിൽ തട്ടുമ്പോൾ ഞങ്ങള് വളരെയധികം വ്യസനിക്കുന്നു. ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവുന്നില്ല. കാരണം അങ്ങയുടെ ആ മൃദുലമായ കാലുകൾ വല്ലാണ്ട് വേദനിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. അത് ആലോചിച്ചാൽ ഞങ്ങൾക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. അടതിയദ്ഭവാൻ അഗ്നികാനനം. അതായത് പകലങ്ങ് വനത്തിലേക്ക് പോകുമ്പോൾ തിരികെ വരുന്നത് വരെ ഞങ്ങള് കാത്തിരിക്കും അങ്ങയുടെ ആ മനോഹരമായ ആ മുഖം കാണുവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഓരോ നിമിഷവും ഓരോ യുഗം പോലെയാണ് അനുഭവപ്പെടുന്നത്. അപ്പോ ചില സമയത്ത് ആ കണ്ണുകളൊക്കെ അങ്ങോട്ട് അടഞ്ഞു പോകും. അപ്പൊ ഞങ്ങള് ആരാണ് ഈ കണ്ണുകളെ സൃഷ്ടിച്ചത്? ആ കൺപോളകള് അവരെ പ്രാവും ശപിക്കും. ആ ഒരു നിമിഷം കൂടി ഞങ്ങൾക്ക് ഭഗവാനെ കാണാൻ സമ്മതിക്കുന്നില്ലല്ലോ എന്നാണ് അവര് പറയുന്നത്. അതുകൊണ്ട് അങ്ങയെ തന്നെ ചിന്തിച്ചിരിക്കും. എല്ലാ ബന്ധഭാഷങ്ങളും മുറിച്ച് അങ്ങയുടെ അരികിലെത്തിയ ഞങ്ങളോട് അല്പമെങ്കിലും ദയ കാണിച്ചുകൂടെ ഭഗവാനെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറയുകയാണ്, കൃഷ്ണ അവിടുന്ന് ഗോക്കളെ മേയ്ക്കുമ്പോൾ ഗോകുലത്തിലേക്കൊക്കെ പോകുമ്പോ ആ തൃപ്പാദങ്ങൾ ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണം. അത് കഴിഞ്ഞിട്ട് പറയണം, അങ്ങനെ കാലുകളൊക്കെ പിന്നെ പറയാണ്, കൃഷ്ണ വേണു കാണാം മോഹിച്ചവരായി ഞങ്ങൾ
എല്ലാം ഇത് കേട്ടുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാ ബന്ധപാശങ്ങളെയും മുറിച്ച് അങ്ങയുടെ സമീപത്തേക്ക് വന്നിരിക്കുന്നത്. അബലകളായ ഞങ്ങളെ ഈ വിധത്തിൽ ഈ അർദ്ധരാത്രിയിൽ ഈ വനത്തിൽ ഇങ്ങനെ ഉപേക്ഷിച്ച് നീയല്ലാതെ മറ്റാരാണ് പോവുക എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങളെ ഇത്രയധികം വേദനിപ്പിക്കണോ ഭഗവാനെ എന്ന് സങ്കടം പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ബ്രജവനൗകസാം വ്യക്തിരംഗം തേ, അവിടുന്ന് ഗോകുലത്തിൽ നിന്ന് അവതരിക്കുന്ന തന്നെ ഗോകുലവാസികളെയും കാനനവാസികളുടെയൊക്കെ പാപങ്ങളൊക്കെ തീർക്കാനാണ്, ലോകത്തിന് മംഗളം പ്രദാനം ചെയ്യുവാനാണ് എന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് അന്തരംഗത്തോട് ആ വളരെയധികം വ്യസനത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയും വനത്തിൽ അലയുന്ന ഞങ്ങളുടെ വിഷമങ്ങളെ ശമിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു ഔഷധം അങ്ങ് ഞങ്ങൾക്ക് നൽകിയാലും. അവസാനത്തില് പറയുകയാണ്, അങ്ങയുടെ പാദപദങ്ങൾ വേദനയ്ക്ക് കല്ലിലും മുള്ളിലും ഒക്കെ നടക്കുമ്പോൾ വളരെയധികം വേദന ഉണ്ടാവും എന്ന് കരുതി പ്രാണന തുല്യം അനുരാഗത്തോടു കൂടി പ്രേമിക്കുന്ന ഞങ്ങൾക്ക് വളരെയധികം മനോവേദന ഉണ്ട്. ഇത്രയും ഒക്കെ ഭഗവാൻ ഇതൊക്കെ കേട്ടിട്ട് അവര് ഇത്രയധികം പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? വളരെ അധികം ദുഃഖത്തോടുകൂടി വിങ്ങി പൊട്ടി അങ്ങടെ വാ വിട്ട് കരയാൻ തുടങ്ങി. ഭഗവാൻ ഇതൊക്കെ നേരെ ഭഗവാന്റെ നേരല്ല, അവര് ഇത്രയധികം ദുഃഖങ്ങൾ ഞങ്ങള് അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അപ്പോ എന്തായി? താസാമാവിരവൃച്ചരി ബശൗരി സ്മയമാനമുഖാംബിജഃ പീതാംബരധരസ്രഗ്വി സാക്ഷാൽ മന്മഥ. അതായത് ഭഗവാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പീതാംബരധാരിയായിട്ട് വനമാല ധരിച്ച് പുഞ്ചിരി തൂകിക്കൊണ്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ടപ്പോൾ ഗോപികമാർക്കൊക്കെ അവര് വിചാരിച്ചു അവരുടെ ജീവനൊക്കെ പോയിന്ന്, ആ പോയ ജീവനൊക്കെ തിരിച്ചു കിട്ടി എന്ന ഒരു അനുഭവമാണ് അവർക്ക് അപ്പോൾ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടോ അവരുടെ ശ്വാസമൊക്കെ നേരെ കിട്ടി. അവര് വളരെയധികം സന്തോഷിച്ചു. അവർക്ക് പിന്നെ അവർ അപേക്ഷിച്ചു ഭഗവാനോട്, ഭഗവാനെ ഞങ്ങളുടെ മനസ്സിൽ നിന്നും ഒരു നിമിഷം പോലും ഈ അങ്ങയുടെ സ്മരണ വിട്ടുപോകാതിരിക്കാൻ ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ എന്ന് എല്ലാവരും അപേക്ഷിച്ചു. എല്ലാവർക്കും സന്തോഷമായി. ഭഗവാൻ രാസക്രീഡ കൊണ്ട് അവരെ സന്തോഷിപ്പിച്ചു. അതായത് അങ്ങനെ അവരെ എല്ലാവർക്കും സന്തോഷമായി. ഭഗവാൻ പറഞ്ഞ പ്രകാരം കുറെ കഴിഞ്ഞിട്ട് അവര് സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. അതിനുശേഷം ഭഗവാൻ അവരോട് പറയുകയാണ്, നിങ്ങളിലുള്ള ഈ ഭക്തിയെ ഒന്നുകൂടി ദൃഢമാക്കാനാണ് ഞാൻ അല്പം നിങ്ങളിൽ നിന്ന് മാറി നിന്നത്. ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്നിൽ ഒരു പിണക്കവും ഉണ്ടാകാൻ പാടില്ല. പിന്നെ എനിക്ക് വേണ്ടി ആ ഗൃഹാദി ബന്ധങ്ങൾ സർവബന്ധങ്ങളും വെടിഞ്ഞ് വന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം ചെയ്യുവാൻ ഒരു ദേവായുസ് മുഴുവനും ലഭിച്ചാൽ കൂടി എനിക്ക് സാധ്യമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ ഭഗവാൻ രാസക്രീഡ നടത്തി ആ ഗോപികമാരെയെല്ലാം തൃപ്തിയാക്കി. ഫലശ്രുതി ആരാണോ ഇത് ശ്രദ്ധയോടുകൂടി ഈ കൃഷ്ണന്റെ ഈ ലീലാവിലാസങ്ങൾ ശ്രവിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നത്, അവന് ഭഗവാനിൽ ഉത്കൃഷ്ടമായ ഭക്തി ഉണ്ടാകും. മാത്രമല്ല അവൻ ധീരനാകും.
അവർ ധീരനാകും. വളരെ വേഗത്തിൽ അവരുടെ മനസ്സിൽ കാമമെന്ന ചിത്തരോഗത്തെ ജയിക്കുവാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭഗവാന്റെ പാദങ്ങളെ അർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. വളരെ 2-3 ദിവസമായിട്ട് വീട്ടിലുണ്ടായിരുന്നില്ല, ഇന്നലെയാണ് വന്നത്. 5-10 മിനിറ്റ് കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി, അതാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. എല്ലാവർക്കും നന്ദി, ക്ഷമിക്കണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആ ഭാഗവത്തിലെ ഏറ്റവും മർമ്മമായിട്ടുള്ള ഗോപിക ഗീതം അല്ലെങ്കിൽ ഗോപീ ഭക്തി ആണ് ഭാഗവതത്തിൻ്റെ ശരിക്ക് മൂലം എന്ന് വേണമെങ്കിൽ പറയാം. അത് വേണ്ട രീതിയിൽ ഭംഗിയായിട്ട് അമ്മ ഇവിടെ അവതരിപ്പിച്ചു. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒക്കെ ശബ്ദമാധുര്യമാണ് അല്ലേ. നമ്മളെ പിടിച്ചിരുത്തും ഇവിടെ, എങ്ങും പോകാതെ നമ്മളെ പിടിച്ചിവിടെ ഇരുത്തിക്കൊണ്ട് ഇതിപ്പം അവിടെ യമുന നദീക്കരയിൽ ഇത് എത്തിയിട്ടുണ്ടോ എന്ന് തന്നെയുണ്ട് ഈ ശബ്ദം. അത്ര ഒരു ഘനഗാംഭീര്യമായിട്ടുള്ള ശബ്ദ സുഖമായിരുന്നു സരോജ രാജ അമ്മ നമുക്ക് ഇപ്പോൾ പകർന്നു തന്നത്. യാതൊരു സംശയവുമില്ല, ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ ഓരോരോ ദിക്കുകളിൽ ഇങ്ങനെ പോവുകയാണ് ശരിക്കും അല്ലേ. രാവിലെ പത്മജ ചേച്ചി അമ്പാടിയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി, അവിടുന്ന് അല്ലേ. അവിടുന്ന് വിട്ട് വൃന്ദാവനം വന്ന് വൃന്ദാവനത്തിലെ ലീലകളിലൂടെ യമുനയുടെ മടിത്തട്ടിൽ കിടക്കുന്നതായിട്ടുള്ള ഗോപികളെയൊക്കെ നമുക്ക് കാണിച്ചു തന്ന സരോജ രാജ. ഇതിനു മുമ്പും പല തരത്തിലുള്ള പ്രഭാഷണങ്ങളിലൂടെ നരസിംഹാവതാരം ഒരുക്കി പറഞ്ഞു, പ്രഹ്ലാദ ചരിത്രം അസ്വരായിട്ട് അതിപ്പോഴും നമ്മുടെ കാതിൽ നിൽക്കുന്നു. എന്തായാലും വളരെയധികം സന്തോഷം. ഭാഗവത കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒന്നേ ചെയ്യാനുള്ളൂ, എന്തേ ഉള്ളൂ, ഇനിയും അമ്മയ്ക്ക് ധാരാളം ഇതുപോലെ വർണ്ണിക്കാനുള്ള ആയുസ്സോളം അമ്മയ്ക്ക് ഇതുപോലെ വർണ്ണിക്കാനും ഈ ഇപ്പോൾ ഉള്ളിലുള്ള ഈ ഒരു ഭക്തി അത് നിലനിർത്തുവാനും ഒക്കെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ധാരാളം പാരായണം ചെയ്യുവാനും നാമം ജപിക്കുവാനും അല്ലേ. മനുഷ്യജന്മം അതിനുവേണ്ടി മാത്രമാണ്. അപ്പം അതൊക്കെ അമ്മയ്ക്ക് സാധിക്കട്ടെ. ധാരാളം ആളുകളിലേക്ക് അമ്മയുടെ ഈ ഒരു ഭക്തി എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നമ്മൾ എല്ലാവരുടെയും പേരിൽ ആ അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഉച്ചയ്ക്ക്